ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ജയ ട്രാവൽ ബ്ലോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കന്യാകുമാരിയിലോട്ടാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഫൈനലി അങ്ങനെ കന്യാകുമാരി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊരു 6 മണിയായപ്പോൾ തിരിച്ചു. ഇപ്പോൾ ഒരു 8 മണിയായി ഇവിടെ എത്തിയിരിക്കുകയാണ്. ആൻഡ് ക്ലൈമറ്റൊക്കെ നല്ലതായിരുന്നു. അങ്ങനെ മഴയോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ വരുന്ന വഴി നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ. കാണാൻ നല്ല രസമായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ കന്യാകുമാരി ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അവിടെ നിന്ന് ഇനി അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് കന്യാകുമാരി സ്ട്രീറ്റ് വഴി ആ വഴിയാണ് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ആ സൈഡിലോട്ട് എത്തുന്നത്. അപ്പോൾ അതോ ആ കാണുന്നതാണ് അമ്പലത്തിൽ പോകുന്ന വഴി. അപ്പം നമ്മളിപ്പോൾ അമ്പലത്തിൽ കയറുന്നില്ല. നമ്മളിപ്പോൾ തൽക്കാലം ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പോകുന്ന വഴി ഒരുപാട് 10 രൂപയ്ക്കും 50 രൂപയ്ക്കും ഒക്കെ സാധനങ്ങൾ കിട്ടുന്ന കടകളുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും നല്ല രസമുണ്ട് ഈ ഒരു സ്ട്രീറ്റൊക്കെ കണ്ടു പോകാനായിട്ട് തന്നെ. അപ്പോൾ ഗൈസ്, ദോ ആ കാണുന്നതാണ് ഇവിടുത്തെ ലൈറ്റ് ഹൗസ്. അപ്പോൾ നമ്മളിപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് തേടിയുള്ള പോക്കാണ്. ശരിക്കും നല്ല രസമുണ്ടല്ലോ ഇതൊക്കെ കാണാനായിട്ട്. ഇപ്പം ഇവിടെ ഒരു പാർക്കിംഗ് ലോട്ടുണ്ട്. ഇത് തീരുമ്പോഴത്തേക്കാണ് നമ്മൾ ആ സൈഡിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് അപ്പുറത്തോട്ട് പറഞ്ഞു വിടുന്നത്. ഇവിടെ കൂടുതലായിട്ട് കടകൾ നമ്മൾ ഈ കക്ക കൊണ്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളാണ് കൂടുതൽ കടകൾ കാണാനായിട്ട് പറ്റുന്നത് നമുക്ക്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു വരുമ്പോൾ ഈ ജംഗ്ഷൻ്റെ ഇവിടെ എത്തും. ആൻഡ് ഇവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ടാണ് നമ്മൾ അടുത്ത് ബോട്ട് ജെട്ടിയുടെ അങ്ങോട്ടേക്ക് പോവേണ്ടത്. ആൻഡ് നമ്മൾ പോകുന്ന വഴികൾ മൊത്തം കടകളാണ് കേട്ടോ. ഭയങ്കര തിരക്കാണ് ഇവിടെ. എന്നാലും നമ്മൾ ആ സൈഡിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഈ നീണ്ട ക്യൂ നമ്മൾ കാണുന്നത് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ക്യൂ ആണ് ഈ കാണുന്നത്. മണി 8:15 പോലും ആയിട്ടില്ല. പക്ഷെ ഭയങ്കര റഷുണ്ട് ഇവിടെ. ആൻഡ് ഇന്ന് സൺഡേയും കൂടെ ആയതുകൊണ്ട് മേ ബി ഭയങ്കര റഷായിരിക്കും ഇവിടെ. ഇത് നമ്മൾ ജസ്റ്റ് വെളി കാണുന്ന ക്യൂ ആയിരിക്കും. മേ ബി അകത്തോട്ട് ചെല്ലുമ്പോൾ ഇതിൽ നിന്നും വലിയ ക്യൂ ആയിരിക്കും അത്. കാരണം ഞാൻ ബാക്കിയുള്ള യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടപ്പോഴത്തേക്കും അവർ ഏകദേശം 1 കിലോമീറ്ററോളം ക്യൂവിന് നീളം ഉണ്ടെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ നമുക്ക് സങ്കല്പിക്കാമെന്നല്ലേ ഉള്ളൂ എന്ത് നീളമായിരിക്കും എന്നുള്ളത്. ഇപ്പം തന്നെ ഏകദേശം അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായും തോന്നുന്നു. അപ്പോൾ ഗൈസ്, ഞാനങ്ങനെ ക്യൂവിൽ കയറി. അപ്പോൾ ഇനി ക്യൂവിലൊക്കെ കയറി ടിക്കറ്റ്സൊക്കെ എടുത്തിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ അപ്പം കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മൾ നീണ്ട ക്യൂ കഴിഞ്ഞ് അടുത്തേതാണ്ട് ഈ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ബോട്ട് സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും ഹാഫ് വേ എത്തിയിട്ടുണ്ട്. ഇനി ബാക്കി പകുതിയും കൂടെ എത്ര ദൂരം ഉണ്ടെന്ന് അറിയത്തില്ല. എന്തായാലും ക്യൂ പക്ഷെ പെട്ടെന്ന് തന്നെ നീങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് അങ്ങോട്ടൊക്കെ പോയിട്ട് എന്താണെന്നൊക്കെ നോക്കിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാം. സോ ഇവിടെ 2 തരം ടിക്കറ്റ്സാണ് ഉള്ളത്. ഒന്ന് 75-ൻ്റെ നോർമൽ ടിക്കറ്റും പിന്നെ 300-ൻ്റെ സ്പെഷ്യൽ ടിക്കറ്റും. അപ്പം ഞാൻ നിൽക്കുന്നത് 300-ൻ്റെ ടിക്കറ്റിലാണ്. അതിന് ഓപ്പോസിറ്റ് കാണുന്നതാണ് 75-ൻ്റെ നോർമൽ ടിക്കറ്റിൻ്റെ ക്യൂ. സോ നമ്മൾ ക്യൂവിൽ നിൽക്കുമ്പോൾ അത് കൺഫേം ചെയ്തിട്ട് വേണം നിൽക്കാനായിട്ട്. ബിക്കോസ് മിഡ് വേയിലാണ് അത് അറിയുന്നതെങ്കിൽ ഒന്നേന്ന് ക്യൂ നിൽക്കേണ്ടി വരും. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 300 രൂപയുടെ സ്പെഷ്യൽ ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത്. നോർമൽ ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്
75 റുപ്പീസിൻ്റെയാണ്. പക്ഷെ അതിൻ്റെ ക്യൂ എന്ന് പറയുമ്പോൾ ഭയങ്കര വലുതാണ്. അങ്ങ് വളഞ്ഞ് ആ ഒരു ഏരിയയിൽ നിന്ന് വളഞ്ഞ് കുറേ ദൂരം പോകണം. അപ്പം സ്പെഷ്യൽ ടിക്കറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കയറാനും പറ്റുന്നുണ്ട്. ആൻഡ് ഭയങ്കര ഉന്തും തള്ളുമില്ല. നോർമൽ ടിക്കറ്റിന് വെച്ചാൽ ഭയങ്കര തള്ളും അടിയും ബഹളവും ഒക്കെ ആയിരുന്നു നമ്മൾ കണ്ടപ്പോൾ. അപ്പോൾ സ്പെഷ്യൽ ടിക്കറ്റിന് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. നോർമലായിട്ടൊരു ക്യൂ പോലെ തന്നെ പോവാണ്. സോ നമ്മൾ ഓൾമോസ്റ്റ് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്താറായി. അപ്പോൾ ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ ഒരു പകുതി വഴിക്ക് നമുക്കിതേപോലെ 2 സൈഡിലും വെയിറ്റിംഗ് ഷെഡ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കൂട്ടത്തിലാണ് വരുന്നെങ്കിൽ ഒരാളെ ടിക്കറ്റ് എടുക്കാനായിട്ട് ക്യൂവിൽ നിർത്തിയിട്ട് ബാക്കിയുള്ളവർക്ക് ഈ ഷെഡിൽ വന്ന് വെയിറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ടിക്കറ്റ് കൗണ്ടർ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ ടിക്കറ്റ്സ് എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ പിന്നെ ക്യൂ ജോയിൻ ചെയ്യും. കാരണം കുറച്ചുകൂടെ നടക്കണം നമുക്ക് ബോട്ട് ജെട്ടിയുടെ അങ്ങോട്ടേക്ക് എത്താനായിട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ടിക്കറ്റ്സൊക്കെ എടുത്തിട്ട് ഇനി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ പോകുമ്പോഴത്തേക്കും തന്നെ അവിടെ ഒരു ബോട്ടുണ്ട്. അതായത് സൈറ്റ് സീയിങ് വട്ടക്കോട്ടൈ ആ പറയുന്ന സ്ഥലത്ത് സൈറ്റ് സീയിങ്ങിന് AC നോൺ AC ആയിട്ടുണ്ട് ബോട്ടുകൾ അവൈലബിൾ ആണെന്നുള്ള രീതിയിൽ. അപ്പോൾ അതിലും താല്പര്യമുള്ളവർക്ക് അങ്ങോട്ട് പോകാം. അല്ലാത്തവർക്ക് ടിക്കറ്റ്സ് എടുത്തിട്ട് ഡയറക്റ്റ് ഈ ക്യൂവിൽ തന്നെ വന്ന് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ഇവിടെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ പേയ്മെൻറ്റ് മെത്തേഡാണ് ക്യാഷ് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് സർവീസിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഒരു രീതിയിലുള്ള ഓൺലൈൻ പേയ്മെൻറ്റ്സും തന്നെ ഇവിടെ ഇല്ല. അപ്പോൾ ഗൈസ് ഈ കാണുന്ന ക്യൂ ആണ് 300 രൂപയുടെ സ്പെഷ്യൽ ടിക്കറ്റിൻ്റെ ക്യൂ. ആൻഡ് ഇതിൻ്റെ അകത്തൂടെയാണ് 75 റുപ്പീസിൻ്റെ ആ ഒരു നോർമൽ ടിക്കറ്റിൻ്റെ ക്യൂ പോകുന്നത്. എല്ലാം കൂടെ ചെല്ലുമ്പോഴത്തേക്കും 300 എടുത്താലും 75 എടുത്താലും എല്ലാം ചെല്ലുമ്പോൾ ഒരേപോലെ തന്നെ കയറേണ്ടി വരും. ബട്ട് 300 എടുക്കുമ്പോൾ ഉള്ളൊരു നല്ല ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടി തള്ള് ഉന്ത് ബഹളം അടി ഒന്നും ഇല്ലാണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് കയറി വരാം. ദോ ആ കാണുന്നതാണ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ്. ആൻഡ് ഇത് വിവേകാനന്ദ പാറ മുതൽ തിരുവല്ലാറ് വരെ കണക്ട് ചെയ്യുന്ന ഗ്ലാസ് ബ്രിഡ്ജാണ്. ശരിക്കും കാണാൻ നല്ല രസമുണ്ട്. ഇവിടുന്ന് കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. പക്ഷെ ഭയങ്കര വെയിലെന്നൊരു കാര്യം മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ എനിക്കറിയാനായിട്ട് സാധിച്ചതെന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ തിരുവല്ലാറിൻ്റെ അവിടെ ആ ഒരു സ്റ്റാച്യൂവിൻ്റെ ആ ഒരു സൈഡിൽ രാത്രി ലൈറ്റ് ഷോ ഉണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. എൻ്റെ അത് വന്നിട്ട് 6:45 മുതൽ 9 മണി വരെ എന്നുള്ളതാണ് ബോർഡിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഫീസും കാര്യമൊന്നും അറിയത്തില്ല. അതിൻ്റെ സൈഡിൽ അതിൻ്റെ പഴയ ഒരു ബോർഡുണ്ട്. അതിൽ 150 റുപ്പീസ് എന്ന ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. ടൈമിങ്ങും ഡിഫറെൻ്റ് ആണ് ആ ഒരു ബോർഡിൽ. അപ്പോൾ ഇപ്പോഴും ഫീസ് അത് തന്നെയാണോ എന്നുള്ളത് അറിയത്തില്ല. പക്ഷേ ടൈമിങ്സ് വന്നിട്ട് 6:45 to 9 PM ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അങ്ങോട്ട് അതായത് ബോട്ടൊക്കെ കയറിയിട്ട് ബോട്ടിലെ കാഴ്ചകളും കടൽ കാഴ്ചകളും പിന്നെ ആ ഉള്ള കാഴ്ചകളൊക്കെ കാണാം. ഇതോ ആ കാണുന്ന ബോട്ടിലായിരിക്കും നമ്മൾ കയറാനായിട്ട് പോകുന്നത്. ആൻഡ് നമ്മൾ ഫൈനലി ബോട്ടിൻ്റെ ആ സൈഡിലോട്ട് എത്താറായി കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ആൾക്കാർ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിനി താഴോട്ട് ഇറങ്ങി നോക്കാം. അപ്പോൾ നമ്മൾ ഈ ബോട്ടിൽ തന്നെയാണ് ഗൈസ് കയറുന്നത്. അപ്പോൾ നമ്മളിവിടെ താഴോട്ട് എത്തിയപ്പോഴത്തേക്കും അവർ നമ്മളോട് 2 ക്യൂ ആയിട്ട് ഫോം ചെയ്യാൻ പറഞ്ഞു. ഒന്ന് ജെൻസിൻ്റെ ഒന്ന് ലേഡീസിൻ്റെയും ക്യൂ ആയിട്ട് തിരിയാൻ പറഞ്ഞു. ആൻഡ് അത് കഴിഞ്ഞ് ഈ കാണുന്ന ബോട്ടിലാണ് നമ്മൾ കയറാനായിട്ടും പോകുന്നത്. ആൻഡ് കയറുന്നതിന് മുന്നേ തന്നെ സേഫ്റ്റി ജാക്കറ്റ് കൂടെ ധരിച്ചിട്ട് വേണം അകത്തോട്ട് കയറാനായിട്ട്. ആൻഡ് അപ്രോക്സ് ഒരു 20-25 ആൾക്കാരെങ്കിലും എനിക്ക് തോന്നുന്നു ഈ ഒരു ബോട്ടിൽ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ലേഡീസിൻ്റെ ക്യൂവും അതിൻ്റെ ബാക്ക് ഡോറിൽ നിന്ന് ജെൻസിൻ്റെ ക്യൂ ആണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബോട്ടിൽ കയറിയപ്പോൾ ഇതുപോലെയാണ് അവരുടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ശരിക്കും ക്യൂവിൻ്റെ ഫ്രണ്ടിൽ നിന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ എനിക്കൊരു വിൻഡോ സീറ്റ് തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു. കുറച്ചുകൂടെ ബാക്കിലായിരുന്നെങ്കിൽ നിന്നൊക്കെ വരേണ്ടി വന്നേനെ. കാരണം അത്രമാത്രം റഷ് ഉണ്ടായിരുന്നു നമ്മൾ വരാൻ സമയത്ത്.
അപ്പോൾ ശരിക്കും വിൻഡോ സീറ്റ് കിട്ടിയതുകൊണ്ട് ഈ സൈഡിലെ വ്യൂ ഒക്കെ കണ്ടുവരാൻ നല്ല രസമായിരുന്നു. പക്ഷെ വെയിൽ അത് അസഹനീയമായിരുന്നു. അതാണ് എനിക്ക് വിൻഡോ സീറ്റിലെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബോട്ട് നിർത്തി ഇതാ വിവേകാനന്ദ പാറയുടെ അവിടെ എത്തിയിരിക്കുകയാണ്. ആൻഡ് നമ്മൾ എടുത്തതുപോലെ ഒരു ബോക്സിൽ തന്നെ തിരിച്ച് നമുക്ക് ഈ ലൈഫ് ജാക്കറ്റ് കൊണ്ടിടണം. എന്നിട്ട് നമ്മൾ പിന്നെ ഫ്രണ്ടിലോട്ട് വിവേകാനന്ദ പാറയുടെ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ കേസ് നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ എടുത്തതുപോലെ തന്നെ തിരിച്ച് അതിൻ്റെ അകത്തോട്ടിട്ട് നമ്മൾ ഇപ്പോൾ വിവേകാനന്ദ പാറയിലോട്ട് പോവുകയാണ് കേട്ടോ. അതെ, നമ്മൾ ഇപ്പോൾ പോകുന്നത് വിവേകാനന്ദ പാറയിലോട്ടാണ്. ഭയങ്കര വെയിലാണ് ഇവിടെ. സംഭവം വന്നിട്ട് ഇവിടെയും ടിക്കറ്റ് 30 രൂപ എൻട്രി ഫീ എടുക്കണം കേട്ടോ. അപ്പോൾ ഗേസ് ഞാൻ പറഞ്ഞ കണക്ക് വിവേകാനന്ദ പാറ ടിക്കറ്റ് എടുക്കാനായിട്ട് നമ്മളിവിടെ ക്യൂവിൽ നിൽക്കുകയാണ്. അപ്പോൾ ടിക്കറ്റ് റേറ്റ് വന്നിട്ട് 30 രൂപയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ടിക്കറ്റ്സ് എടുത്തിട്ട് വരാം. അപ്പോൾ കേസ് ഇതാണ് വിവേകാനന്ദ പാറയുടെ എൻട്രി ഫീ വന്നിട്ട്. അപ്പോൾ പെർ പേഴ്സൺ 30 ആണ്. ആൻഡ് ഞങ്ങൾ 5 പേർക്ക് എടുത്തായിരുന്നു. അപ്പോൾ ഒരു 150 റുപ്പീസ് അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വിവേകാനന്ദ പാറ. ഓക്കെ, അപ്പോൾ നമ്മൾ മുകളിലോട്ട് കയറുന്നതിന് മുന്നേ ആയിട്ട് ഇവിടെ സൈഡിൽ ചെരുപ്പ് ഊരിയിട്ടിട്ട് കയറണം. അല്ലെങ്കിൽ നമുക്ക് ചെരുപ്പ് കുറച്ചുകൂടെ സേഫായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ഓഫീസിൽ നമുക്ക് ചെരുപ്പ് കൊടുക്കാനായിട്ട് പറ്റും. ആൻഡ് അത് ഫ്രീ ഓഫ് കോസ്റ്റുമാണ്. അപ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ ഇവിടെ കൊടുത്തിട്ട് നമുക്കിനി മുകളിലോട്ട് കയറാം. ഇതുവഴി കൂടെയാണ് നമ്മൾ വിവേകാനന്ദ പാറയിലോട്ട് കയറുന്നത്. ആൻഡ് ഭയങ്കര വെയിലുമാണ്. ചെരുപ്പ് നേരത്തെ മേടിച്ച് വെച്ചതൊരു ബോറ് പരിപാടിയായിപ്പോയി. ശരിക്കും പക്ഷേ ഇവിടുത്തെ വ്യൂ ഒക്കെ വന്നിട്ട് അടിപൊളി തന്നെയാണ്. ആകെ കാല് മാത്രമേ പൊള്ളുന്നുള്ളൂ. നടന്ന് ശരിയാവുമായിരിക്കും. അപ്പോൾ ഗൈസ് ഇതാണ് വിവേകാനന്ദ പാറ. ആൻഡ് അതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഒരു മണ്ഡപമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം മണ്ഡപത്തിൽ കയറി കണ്ടിട്ട് പിന്നെ നമുക്ക് വിവേകാനന്ദ പാറയിലോട്ട് പോകാം. അപ്പോൾ എനിക്കൊന്ന് മണ്ഡപത്തിൽ നിന്നാണ് ഗ്ലാസ് ബ്രിഡ്ജും കണക്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ഇതോ കണ്ടോ, മണ്ഡപത്തിൻ്റെ സൈഡിലാണ് ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നത്. അപ്പോൾ അവിടെ നിന്നായിരിക്കും ഗ്ലാസ് ബ്രിഡ്ജ് തിരുവള്ളാറ് വരെ പോകുന്ന ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ കണക്ഷൻ വരുന്നതെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ ഈ മണ്ഡപത്തിൻ്റെ പേര് വന്നിട്ട് സഭാമണ്ഡപം ഇത് വന്നിട്ട് ശ്രീപാദ മണ്ഡപമാണ്. അതിൻ്റെ ഫ്രണ്ടിലാണ് സഭാമണ്ഡപം വരുന്നതായിട്ട് ആരോ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് അകത്ത് കയറി ഒന്നും തന്നെ കാണിക്കാനായിട്ട് പറ്റത്തില്ല, കാരണം ഫോട്ടോസ് എല്ലാം പ്രൊഹിബിറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും അകത്തോട്ട് പോവാം. അപ്പോൾ ഗൈസ് ഈ ഒരു മണ്ഡപത്തിൽ വരുന്നത് കന്യാകുമാരി ദേവിയുടെ കാൽപാദമാണ്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്നടുത്ത് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ആ സൈഡിലോട്ട് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ഗ്ലാസ് ബ്രിഡ്ജ് ഈ ഒരു മണ്ഡപം കഴിഞ്ഞിട്ടാണ് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഒരു കണക്ഷൻ വരുന്നത് തിരുവള്ളാറ് വരെ. അപ്പോൾ നമുക്കിനി അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അങ്ങോട്ട് കയറുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നടക്കുമ്പോഴത്തേനും തുടക്കത്തിൽ നമുക്ക് ദാണ്ട് ഇതുപോലെ മാറ്റൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും ഒരു പരിധി വരെ ടൈലിൽ നിന്ന് ഒടിക്കുന്ന ഡയറക്റ്റ് വെയിൽ നമുക്ക് തടയും കേട്ടോ. ആൻഡ് പിന്നെ ശരിക്കും ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് കാണാനായിട്ട്. ഈ ആദ്യം വരുമ്പം ടൈലാണ് വരുന്നത്, പിന്നെയാണ് നമ്മൾ ശരിക്കും ഗ്ലാസ്സിലോട്ട് കാല് വയ്ക്കുന്നത്. അടിപൊളിയായിട്ടോ, അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയായിട്ടോ. നമുക്ക്
ശരിക്കും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ആ ടൈല് വരുന്ന സൈഡ് മാത്രം അവർ ആദ്യം മാറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ടൈലിൽ ഒന്നാമത് നമ്മൾ ചെരുപ്പിടുന്നില്ല. അപ്പോൾ ടൈലിൽ അടിക്കുന്ന ആ ഒരു ചൂട് നമ്മളെ കാല് അടിക്കത്തുമില്ല, കാല് പൊള്ളതുമില്ല. നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഗ്ലാസ്സാണ് വരുന്നത്. അത് ഞാൻ നേരത്തെ കാണിച്ചത്. പിന്നെ ഇവിടെ നിന്ന് സൈഡിൽ നിന്നുള്ള വ്യൂ ശരിക്കും സൂപ്പർബായിട്ടുള്ള വ്യൂ ആണ്. ബോട്ട്സ് വരുന്നതും പിന്നെ അമ്പലവും അങ്ങനെ അടിപൊളി. ഈ സൈഡാണെങ്കിലും കടലും ഇങ്ങനെ കംപ്ലീറ്റ് കടലും അതും കണ്ടു നിൽക്കാനായിട്ട് നല്ല രസമുണ്ട് ശരിക്കും. അപ്പോൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നത് ഗ്ലാസ് ബ്രിഡ്ജാണ്. ഫസ്റ്റ് ടൈം ശരിക്കും ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് വരുന്നത് തന്നെ. ആൻഡ് ഇതിൻ്റെ താഴെ നിനക്ക് ശരിക്കും തല പൊക്കി നടക്കാനേ തോന്നത്തില്ല. കാരണം ഇവിടെ നിന്ന് ഇത്ര മുകളിൽ നിന്ന് താഴോട്ട് നോക്കാനായിട്ട് നല്ല രസമുണ്ട്. കല്ലും കടലും ശരിക്കും ഇതൊക്കെ ഒരു അത്ഭുതം തന്നെയാണല്ലേ. ഞാൻ വിചാരിച്ചു ഞാൻ നന്നായിട്ട് പേടിക്കുമായിരിക്കുന്നു. കാരണം എനിക്ക് ഓൾറെഡി ഹൈറ്റ് അത്യാവശ്യം പേടിയുള്ള ഒരു കൂട്ടത്തിലാണ് ഞാൻ. പക്ഷേ എനിക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് നല്ല രസമുണ്ടായിരുന്നു ഇതൊക്കെ കണ്ട് നിൽക്കാനായിട്ട്. അടിപൊളി കേട്ടോ. നമുക്കൊരു സ്ഥലത്തായിട്ട് അങ്ങനെ നിൽക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ശരിക്കും ഇതിൻ്റെ താഴെ ഇങ്ങനെ നോക്കി നടക്കാനായിട്ട് നല്ല രസമുണ്ട് ശരിക്കും. ഇതൊക്കെ എന്താ പറയുക, നമ്മുടെ നാട്ടിലിതൊക്കെ നേരത്തെ കണ്ടുപിടിക്കേണ്ടതായിരുന്നു കേട്ടോ. ശരിക്കും ഞാൻ ഈ ഒരു സംഭവം നമ്മൾ ഈ ചൈനയിലൊക്കെയുള്ള വീഡിയോയിലാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ മറ്റിങ്ങനെ ക്രാക്ക് ആവുന്ന പോലെയൊക്കെ വീഡിയോ കാണിക്കുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിക്കും നമ്മളിതിൻ്റെ മുകളിൽ കയറുമ്പോൾ പേടിക്കുമായിരിക്കും കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു പേടിയും വന്നില്ല. അടിപൊളിയല്ലേ തിരയൊക്കെ വരുന്ന കാണാനായിട്ട്. സൂപ്പർ വ്യൂ ആട്ടോ ഇവിടെ. ശരിക്കും നമ്മളെ രാജ്യത്ത് ഇതൊക്കെ നേരത്തെ വരേണ്ടതായിരുന്നല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഗ്ലാസ് ബ്രിഡ്ജ് ഇവിടെ തീരുകയാണ്. തിരിച്ച് തിരുവരാളുടെ അവിടെ എത്തുമ്പോഴത്തേക്കും ടൈൽസ് വരികയാണ്. മാറ്റ് ഇട്ടിട്ടുണ്ട് കാല് പൊള്ളാതിരിക്കാനായിട്ട്. നമുക്കിനി അകത്തേക്ക് പോകാം. അപ്പോൾ ശരിക്കും ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടക്കാനായിട്ട്. ഞാൻ വിചാരിച്ചു ശരിക്കും ഞാൻ പേടിക്കുമായിരിക്കും, കാരണം എനിക്ക് ഓൾറെഡി ഹൈറ്റ് ഇത്തിരി പേടിയുള്ള കൂട്ടത്തിലാണ്. പക്ഷെ ശരിക്കും ഇതിൻ്റെ വണ്ടർ കണ്ട് നമ്മൾ നിന്ന് പോകുന്നു അറിയത്തില്ല. പക്ഷെ നമുക്ക് അവിടെ അങ്ങനെ നിന്ന് അത് കണ്ട് അങ്ങനെ വരാനായിട്ട് പറ്റത്തില്ല. കാരണം ഒന്നാമതേ എല്ലാവരും വന്നു പോയി തിരക്കുണ്ട്. സോ അവിടെ നിന്ന് കഴിഞ്ഞാൽ പുറകെ വന്ന ആൾക്കാർ തട്ടി നിൽക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഇത് വരത്തില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ നിന്ന് ആസ്വദിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഈ അവിടെ നിന്ന് നമ്മൾ വിവേകാനന്ദ പാറയിൽ നിന്ന് ഈ ഗ്ലാസ് ബ്രിഡ്ജ് കഴിഞ്ഞ് പിന്നെ നേരെ വരുന്നത് ഇവിടെ തിരുവല്ലാറുടെ സ്റ്റാച്യുവിൻ്റെ അവിടെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിനി അകത്തേക്ക് പോകാം. അപ്പം ശരിക്കും ഞാൻ വന്നത് ഒരു സൺഡേ ആൻഡ് അത് കൂടാതെ ഒരു വെക്കേഷൻ ടൈമും കൂടെയാണ് വന്നത്. അതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. ഇന്ത്യ പകുതി ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ വരികയാണെങ്കിൽ നമ്മൾ വീക്കെൻഡ്സിലും അല്ലെങ്കിൽ സൺഡേസ് ഒന്നും വരാതിരിക്കുക. എന്നാൽ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് എൻജോയ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയെല്ലാം ഇതുപോലെ വെയിന്ന് പറഞ്ഞിട്ട് ആരോ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത്രയും വെയിൽ നമ്മൾ നടന്നെങ്കിലും ഈ ഒരു കല്ലിൽ നല്ല തണുപ്പുണ്ട് കേട്ടോ. സോ കാലിൽ കൊണ്ട് ചെറിയ പൊള്ളൽ പോലും ഇവിടെ നടക്കുമ്പോൾ അത്രയും ഒരു ഇതായിട്ട് തോന്നത്തില്ല. സോ ഫൈനലി പടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റാച്യൂൻ്റെ അവിടെ എത്താറായിരിക്കുകയാണ്. ശരിക്കും ഇവിടെ നിന്ന് കാണാൻ നല്ല സൂപ്പർ വ്യൂ ആണ് കേട്ടോ. ആ കാണുന്നതാണ് നമ്മൾ വന്ന ഗ്ലാസ് ബ്രിഡ്ജ്. ആ ബോട്ടിൽ കയറിയിട്ടാണ് നമ്മൾ ആദ്യം വിവേകാനന്ദ പാറയിലെത്തി ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് ഇട്ടിട്ട്. ഇപ്പോഴും ഗ്ലാസ് ബ്രിഡ്ജിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. സൈഡിൽ എന്തൊക്കെയോ സംഭവങ്ങൾ ഫില്ല് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇതാണ് അവിടെ നിന്ന് കാണുന്ന തിരുവല്ലാറുടെ സ്റ്റാച്ചു. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് അത് ഇത്ര അടുത്ത് നിന്ന് കാണുന്നത്. മറ്റേത് കന്യാകുമാരിയിലൊക്കെ വരുമെങ്കിലും ഇവിടെ ഞാൻ വന്നിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ വിവേകാനന്ദ പാറയിലും തിരുവല്ലാർ സ്റ്റാച്ചുവിൻ്റെ അവിടെയും വരുന്നത്. ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ. അത് ഇത്ര പൊക്കത്തിൽ കൊത്തി വെച്ചതും ശരിക്കും എന്താ പറയുക, ഒരു അത്ഭുതം തന്നെയാട്ടോ ഇതൊക്കെ. അപ്പം നമ്മൾ തിരുവല്ലാറുടെ സ്റ്റാച്ചുവിൻ്റെ വലിപ്പം തന്നെ കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞുതരാം. അതായത് ഇതിൻ്റെ നഖം തന്നെ കണ്ടു കഴിഞ്ഞാൽ 2 കൈ വന്നാലും തികയത്തില്ല, അത്രയും വലിയ സ്റ്റാച്ചു ആട്ടോ ഇത്. ശരിക്കും എന്തു പറയുക, എന്നെ പോലൊരു 6 പേരെ നിർത്തിക്കഴിഞ്ഞാൽ ഒരു പാദമാവും, അത്രയും വലുതാണ് പാദത്തിൻ്റെ സൈസ് തന്നെ. പിന്നെ ഇവിടെ അവർ ബോർഡ്സ് കൊടുത്തിട്ടുണ്ട്, ചാടി വലിഞ്ഞ് കയറരുത് എന്നുള്ളത്. അത് മാക്സിമം എല്ലാവരും ഒബേ ചെയ്യാൻ നോക്കുക. ബാക്കി ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സൂപ്പർ സ്പോട്ട് കൂടെയാണ് കേട്ടോ. വെയിലടിക്കുന്നുണ്ടെങ്കിലും അവിടെ ഇവിടെ തണലൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും. അങ്ങനെ ഈ ടൈലിൽ വെയിലടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാല് പൊള്ളുന്നില്ല, അത്രയും തണുത്താണ് ടൈൽസൊക്കെ ഇരിക്കുന്നത്. ശരിക്കും നല്ല രസമുണ്ട് ഇതൊക്കെ കണ്ട് നിൽക്കാനായിട്ട്. ആൻഡ് ഇവിടെ നിന്നുള്ള കടലിൻ്റെ വ്യൂവും കന്യാകുമാരി ക്ഷേത്രത്തിൽ നിന്നുള്ള വ്യൂ എല്ലാം ശരിക്കും പറഞ്ഞറിയിക്കേണ്ട തന്നെ അത്ര അടിപൊളി വ്യൂ ആട്ടോ ഇവിടത്തേക്ക്. ഇതാണ് ഞാൻ ആ കറങ്ങുന്ന സാധനം കണ്ടോ, ഇതാണ് ഞാൻ നേരത്തെ വന്ന സമയത്ത് കാണിച്ച ലൈറ്റ് ഹൗസ്. ആൻഡ് ആ കളർ ഭാഗത്താണ് നമ്മുടെ കന്യാകുമാരി ദേവി ക്ഷേത്രം വരുന്നത്. റെഡ് ആൻഡ് വൈറ്റ് ഇതടിച്ചിരിക്കുന്നത്. ആൻഡ് ഇപ്പുറത്തെ സൈഡിലോട്ടാണ് ആ സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ശരിക്കും ഇവിടെ നിന്ന് കാണുമ്പോഴത്തേക്കും ആ ഒരു ഏരിയ ഭയങ്കര കുഞ്ഞതാണ്. അപ്പോൾ അത് അത്ര ദൂരത്തിലായിരിക്കും അത്. എന്നിട്ട് അത് ഇവിടെ നിന്ന് കാണുമ്പോൾ ശരിക്കും നല്ല കുഞ്ഞതായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അത് എത്രമാത്രം പൊക്കത്തിലായിരിക്കും നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അത്ര അടിപൊളിയായിട്ടുള്ളത് ഇവിടെ നിന്നൊക്കെ കാണാനായിട്ട്. ആൻഡ് ഗൈസ്, നമുക്ക് ഇവിടെ നിന്ന് ശരിക്കും നല്ലൊരു അടിപൊളി വ്യൂ തന്നെ കിട്ടും. ആൻഡ് നമുക്ക് ഇവിടുന്ന് കടൽ 3 കളറിൽ കാണാൻ പറ്റുന്നത് ശ്രദ്ധിച്ചായിരുന്നു. അതായത് കുറച്ചൊരു ലൈറ്റ് ഗ്രീൻ, പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഒരു ബ്ലൂ അല്ല ഗ്രീനും അല്ലാത്തൊരു കളറ്, പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോൾ നല്ല ബ്ലൂ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഇവിടെ നിന്ന് നല്ല വിവേകാനന്ദ പാറയുടെ നല്ല സൂപ്പർ വ്യൂവും കിട്ടും കേട്ടോ. നമുക്ക് അടിപൊളിയായിട്ടുണ്ട് ഇവിടെ നിന്ന് കാണാൻ. ആകെ പ്രശ്നം വെയിൽ മാത്രമാണ്, അല്ലെങ്കിൽ ശരിക്കും സൂപ്പർബാണ്. ഇപ്പോൾ ലൈറ്റ്സൊക്കെ വരികയാണെങ്കിൽ രാത്രി ഇവിടുത്തെ ലൈറ്റ് ഷോവും തിരുവല്ലാറുടെ ലൈറ്റ് ഷോവും ഈ ഗ്ലാസ് ബ്രിഡ്ജ് ലൈറ്റും ഒക്കെ ആകുമ്പോഴത്തേക്കും ശരിക്കും ഇവിടുത്തെ വ്യൂ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല, അത്ര അടിപൊളിയായിരിക്കും കേട്ടോ. ശരിക്കൊരു സൂപ്പർബായിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ്. ഞാനിപ്പോൾ ഇത്രയും നേരം ആലോചിച്ചുകൊണ്ടിരുന്നത് അതാണ്. കാരണം നമ്മുടെ ഈ ഒരു തിരുവല്ലാറുടെ ഇത്രയും പൊക്കത്തിൽ അതും ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റാച്ചു ആ സമയത്ത് അവർ ബിൽഡ് ചെയ്ത് സുനാമി വന്ന സമയത്ത് പോലും ഈ ഒരു സ്റ്റാച്ചുവിനൊന്നും പറ്റിയില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ശരിക്കും അത് കല്ലിൽ ബിൽഡ് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഓരോ പാർട്സിൻ്റെ ഇടയിൽ സിമെൻറ്റ് കൊണ്ട് അവരിടയ്ക്ക് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ ഉറപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. ബാക്കി ശരിക്കും അടിപൊളിയാണ് കേട്ടോ ഇവിടെ നിന്ന്. ആ സൈഡാണെങ്കിലും വിവേകാനന്ദ പാറയുടെ അവിടെ ആണെങ്കിലും ശരിക്കും നല്ല സൂപ്പർബാണ്. നമ്മൾ അവിടെ നിന്നാണ് അവിടെ വിവേകാനന്ദ പാറയുടെ അകത്ത് കയറിയില്ല. ഇവിടെയാണ് ഈ ഒരു സൈഡിൽ ആ മണ്ഡപത്തിലാണ് നമ്മൾ ദേവിയുടെ കാൽപാദം കണ്ടത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വിവേകാനന്ദ പാറയിലോട്ടായിരിക്കും പോകുന്നത്. അപ്പം ശരിക്കും നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ തന്നെ തോന്നത്തില്ല, അത്രയും നല്ല രസമായിരുന്നു അവിടെ ഇരിക്കാനൊക്കെ ആയിട്ട്. ആ ഒരു സ്റ്റാച്ചുവിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് വലിയ വെയിലും ഇല്ലായിരുന്നു. അവിടെ ഇരുന്ന് നമുക്ക് കുറച്ച് നേരം കാറ്റൊക്കെ അടിച്ച് നന്നായിട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യായിരുന്നു. പിന്നെ വെയിൽ മാത്രമായിരുന്നു അവിടെ ഒരു പ്രശ്നം, ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇനി നമുക്ക് എന്തായാലും വിവേകാനന്ദ പാറയുടെ ആ സൈഡിലോട്ട് പോകണം. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ തിരുവല്ലാറുടെ സ്റ്റാച്ചുവിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഈ പുറകെ കാണുന്നതാണ് തിരുവല്ലാറുടെ സ്റ്റാച്ചു. ഓക്കെ, നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാം. പിന്നെ അപ്പോൾ ഈ ഒരു കന്യാകുമാരി ഗ്ലാസ് ബ്രിഡ്ജിനൊരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മുടെ
ഇന്ത്യയുടെ ആദ്യത്തെ സമുദ്രത്തിന് മുകളിലുള്ളൊരു ഗ്ലാസ് ബ്രിഡ്ജാണ്. നീളം വന്നിട്ട് 77 മീറ്റർ, വീതി വന്നിട്ട് 10 മീറ്റർ. ആൻഡ് ഇതിൻ്റെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് വിവേകാനന്ദ പാറ മുതൽ തിരുവള്ളുവാറിൻ്റെ പ്രതിമ വരെയാണ് ഇതിൻ്റെ ഒരു കണക്ഷൻ വരുന്നത്. ഇതാണ് വിവേകാനന്ദ പാറ. നമുക്കിനി ഇതിൻ്റെ മുകളിലോട്ട് കയറാം. ഞാൻ ഇത്രയും നേരം ഇവിടെ ചൂടി കാലൊക്കെ പൊള്ളിയപ്പോഴത്തേക്ക് എനിക്കൊരു സത്യം മനസ്സിലായത്, ഈ കാണുന്ന വെള്ള പെയിൻറ്റ് കൂടെ നടന്ന് നമുക്ക് പൊള്ളത്തില്ല എന്നുള്ളത്. അപ്പോൾ നമുക്കിനി മുകളിലോട്ട് കയറാം. ഓക്കെ, അപ്പോൾ ഇവിടെയും ഫോട്ടോഗ്രാഫി സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഇത്ര വരെ ഇവിടെ കാണിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് അകത്തുള്ള കാര്യങ്ങളൊക്കെ ഞാനിനി പുറത്ത് വന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ വിവേകാനന്ദ പാറ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ആ സൈഡിൽ കൂടെ കയറിയിട്ട് ഈ ഫുൾ കണ്ടിട്ട് ഈ സൈഡിൽ കൂടെയാണ് വെളിയിറങ്ങുന്നത്. ആൻഡ് വെളിയിറങ്ങിയിട്ട് അടുത്ത് നമ്മൾ തിരിച്ച് ബോട്ടിലെത്താനായിട്ടുള്ള ക്യൂവിൻ്റെ അവിടെ പോയി നിൽക്കും. അപ്പോൾ വിവേകാനന്ദ പാറയിൽ നമ്മൾ എന്തൊക്കെ കാണാൻ സാധിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കയറുമ്പോൾ തന്നെ 2 സൈഡിലായിട്ട് ഒന്ന് വിവേകാനന്ദ സ്വാമിയുടെ ഗുരുവും പിന്നെ മറ്റേത് ഹോളി മദർ കൺസേർട്ട് ഓഫ് ഈ വിവേകാനന്ദ സ്വാമിയുടെ ഗുരുവിനെയാണ് കണ്ടത്. പിന്നെ നമ്മൾ നേരെ നോക്കുമ്പോഴത്തേക്കും വിവേകാനന്ദ സ്വാമിയുടെ ഒരു വലിയ സ്റ്റാച്ചു ആണ് കണ്ടത്. ഇത്രയാണ് നമുക്ക് വിവേകാനന്ദ പാറയിൽ കാണാനായിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഈ കാണുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അപ്പം നമ്മൾ ഈ വിവേകാനന്ദ പാറ കണ്ടുവരുമ്പോഴത്തേക്കും ഇവിടെ സൈഡിൽ ഇങ്ങനെ സൺറൈസ് കാലണ്ടർ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനൊരു സംഭവമാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഉത്തരായനം, അതായത് സൺറൈസിനെയാണ് അവർ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ജാനുവരി മുതൽ ഡിസംബർ വരെ സൂര്യൻ ഏത് ദിശയിലാണ് ഉദിക്കുന്നത് എന്നുള്ള ഒരു സ്കെച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മാർച്ച് 20 to ഏപ്രിലിൻ്റെ ബിറ്റ്വീനിലാണ്. അപ്പം ഈ ഒരു ഇതിലായിരിക്കും സൂര്യൻ്റെ ഉദയം വരുന്നതെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇപ്പോൾ ഒരു ഏകദേശം 10-12 മണിയായി. അപ്പം സൂര്യനിപ്പോൾ നല്ല തലയ്ക്ക് മുകളിൽ തന്നെ നിൽപ്പുണ്ട്. എന്നാലും നമ്മൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ആ ഒരു ഡയറക്ഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടെടുത്ത് ബോട്ട് നിൽക്കുന്ന ആ ക്യൂവിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ വിവേകാനന്ദ സ്വാമിയുടെ പ്രൊഫൈലും പിന്നെ ഇവിടെ വിവേകാനന്ദ പാറയെ കുറിച്ചുള്ള അതിൻ്റെ ബിഗിനിങ് എല്ലാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് മെഡിറ്റേഷൻ ഹാളാണ്. അപ്പോൾ നമ്മൾ ഇതുവഴി കൂടെ കയറിയിട്ട് അതുവഴി കൂടെ ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ ഇതുവഴി കയറാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ മെഡിറ്റേഷൻ ഹാളിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അകത്ത് വന്നിട്ട് കംപ്ലീറ്റ് സൈലൻസ് ആണ്. ഓം എന്നൊരു സൗണ്ട് മാത്രമേ കേൾക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഫോട്ടോസും പ്രൊഹിബിറ്റഡ് ആണ്. അപ്പോൾ അവിടെ എല്ലാവരും ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അവിടെ ഇരുന്ന് കുറച്ച് നേരം മെഡിറ്റേറ്റ് ഒക്കെ ചെയ്ത് മനസ്സൊന്ന് റിലാക്സ് ആക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ശരി, നമുക്കിനി അങ്ങോട്ടേക്ക് നടന്നു നോക്കാം. ഇനി അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഗൈസ്, ഈ ഒരു സൈഡിൽ വന്നിട്ട് ബുക്ക് സ്റ്റോൾസ് ആണ് കേട്ടോ ഇതൊക്കെ. അതായത് വിവേകാനന്ദ സ്വാമികളുടെ ലൈഫിനെ കുറിച്ചും പിന്നെ അങ്ങനത്തെ വിവേകാനന്ദ സ്വാമികളെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബുക്സും പിന്നെ കുഞ്ഞു കുഞ്ഞ് പ്രതിമകളും അങ്ങനെയൊക്കെയാണ് ആ ഒരു കടയിലുള്ളത്. ഇതൊക്കെ ആ ബുക്ക് സ്റ്റോൾസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഫൈനലി അങ്ങനെ വിവേകാനന്ദ പാറയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. ശരിക്കും നല്ല രസമായിരുന്നു ഇവിടെയൊക്കെ നിൽക്കാനായിട്ട്. ആകെ വെയിൽ, അത് പറയാതിരിക്കാൻ വയ്യ, ഭയങ്കര വെയിലായിപ്പോൾ ഇവിടെ. കാറ്റുണ്ടെങ്കിലും വെയിൽ കാരണം ശരിക്കും നന്നായിട്ട് തളർന്നു പോവുകയാണ് നമ്മൾ.
അതാ കുഴപ്പം. അങ്ങനെ വലുതായിട്ട് നടക്കാനും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും ഈ വെയിലുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് തളർന്നു പോവാണ്. സോ ഇവിടെ വരുന്നവർ ഉറപ്പായിട്ടും ഒരു 2 ബോട്ടിൽ വെള്ളമെങ്കിലും കരുതണം, ഇല്ലെങ്കിൽ ശരിക്കും ലിറ്ററലി തളർന്നു പോകും ഇവിടെ. അപ്പോൾ ഗൈസ്, കന്യാകുമാരി ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വരുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ചിലപ്പോൾ ക്ലൈമാറ്റിക് ചേഞ്ചസ് കാരണം നമ്മൾ ഇങ്ങോട്ടേക്ക് കയറ്റി വിടത്തില്ല. അപ്പോൾ ഇത്രയും ദൂരം വന്ന് ബുദ്ധിമുട്ടുന്നതിനേക്കാൾ നല്ലത് കന്യാകുമാരി ഗ്ലാസ് ബ്രിഡ്ജ് കാണാനായിട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നതിൻ്റെ അന്നോ അല്ലെങ്കിൽ തലേ ദിവസമോ തമിഴ്നാട് ടൂറിസത്തിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് വിളിച്ച് കൺഫേം ചെയ്യുക. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ആ ഒരു വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ നിൽക്കുന്ന ക്യൂവിലാണ് നമ്മൾ തിരിച്ച് ബോട്ടിലോട്ട് കയറാനായിട്ടുള്ള ക്യൂ നിൽക്കുന്നത്. സോ അങ്ങനെ ഫൈനലി നമ്മൾ ഈ ഒരു വെയിലൊക്കെ മാറിയിട്ട് ഈ ഒരു ഷെഡിനകത്ത് കയറിയിരിക്കുകയാണ്. ശരിക്കും നല്ലൊരു കാര്യമാണ്, കാരണം ലിറ്ററലി നമ്മൾ ഭയങ്കരമായിട്ട് തളർന്നു പോകും ഈ ഒരു വെയിലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും. ആൻഡ് ശരിക്കും കാണാനൊക്കെ ഈ സൈഡിൽ നല്ല രസമുണ്ട് കേട്ടോ. ശരിക്കും ഇവിടെയൊക്കെ നല്ലൊരു അടിപൊളി വ്യൂ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ലോങ് ക്യൂയിൽ വന്ന് ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ പെട്ടെന്ന് ബോട്ട് കയറിയിട്ട് തിരിച്ച് നമുക്ക് കന്യാകുമാരി ക്ഷേത്രത്തിൻ്റെ ആ ഒരു സൈഡിൽ എത്തണം. സോ ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി ബോട്ടിൽ കയറാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 10-11 പേരെ കയറ്റുള്ളൂ എന്ന് പറഞ്ഞു തന്ന്. അങ്ങനെയല്ല, ഒരുപാട് ആൾക്കാർ അതിൻ്റെ അകത്ത് കയറും. ഏകദേശം ഒരു 10-25-50 പേരൊക്കെ എന്തായാലും അതിൻ്റെ അകത്ത് കയറും. അപ്പോൾ നമുക്കിനി എന്തായാലും ബോട്ടിൻ്റെ ഉള്ളിൽ കയറാം. അപ്പോൾ ഗൈസ്, നമുക്കങ്ങനെ ഇവിടെ ഇരിക്കാൻ സ്ഥലം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ബോട്ടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ബോട്ടിൻ്റെ ഈ കയർ കെട്ടി അടുപ്പിക്കുന്നതും കാര്യങ്ങളൊക്കെ കാണാനൊക്കെ ആയിട്ട് പറ്റി. ശരിക്കും ഞാൻ ആദ്യമായിട്ട് അത് കാണുന്നതായിട്ട് എനിക്ക് ഒരു അത്ഭുതകരമായിട്ടൊരു കാര്യമായിട്ടാണ് എനിക്ക് പല കാര്യങ്ങളും തോന്നുന്നത്. കാരണം ഫസ്റ്റ് ടൈം കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പം ബോട്ട് അവർ കരയ്ക്ക് അടുപ്പിച്ചപ്പോൾ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തിരക്കൊക്കെ ഇത്തിരി ഒന്ന് ഒഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഇറങ്ങും. ശരിക്കും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ബ്രിഡ്ജൊക്കെ കണ്ടത്. ആകെ വെയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൊരു കുഴപ്പം. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് വിവേകാനന്ദ പാറയും തിരുവല്ലാറുടെ സ്റ്റാച്ചു ഒക്കെ കാണുന്നത്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ആൻഡ് പിന്നെ ഈ ബോട്ടിലെ യാത്രയും കടൽ കാഴ്ചകളെല്ലാം നല്ല രസം തന്നെയായിരുന്നു. ഓക്കെ, ഈ സൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റും. കടൽ ബാക്ക്ഗ്രൗണ്ട് വെച്ച് തന്നെ നല്ല സൂപ്പർ ഫോട്ടോ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ആ സൈഡിൽ തിരുവല്ലാറുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ ഈ സൈഡിൽ ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് നമുക്ക് നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് തിരുവല്ലാറുടെ ബാക്ക്ഗ്രൗണ്ട്, ഇവിടെ നിൽക്കുകയാണെങ്കിൽ ദേവീക്ഷേത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല സൂപ്പർ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇത്രയേ ഉള്ളൂ. ഈ സൈഡിൽ ഈ ബോട്ടുകളും കാര്യങ്ങളൊക്കെയാണ്, മീൻ പിടിക്കുന്ന ബോട്ടുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്ന് ദേവീക്ഷേത്രത്തിൻ്റെ ആ സൈഡിലോട്ട് പോയി നോക്കാം. സ്ട്രീറ്റ്സിൽ പോകണം, ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം, പിന്നെന്താണ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി ഇവിടെ ചെയ്ത് തീർക്കാനുണ്ട്. പിന്നെ ഈ കാണുന്ന ലൈനുകളാണ് നമ്മൾ ബോട്ടിൽ കയറാനായിട്ട് നിന്ന ഒരു ക്യൂ ആയിരുന്നു കേട്ടോ ഇത്. ആൻഡ് പിന്നെ നമ്മൾ വന്ന വഴി എന്ന് പറയുന്നത് സ്ട്രീറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി ആദ്യം എന്തായാലും നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇനി നമുക്ക് ഷോപ്പിംഗ് ആണെങ്കിൽ ഷോപ്പിംഗ് എങ്ങനെയാണെന്നുള്ളത് ബാക്കി അങ്ങോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇതാണ് എക്സിറ്റ്. താങ്ക് യു, വിസിറ്റ് അഗെയിൻ എന്നൊരു ബോർഡ് കണ്ട് നമ്മൾ ഇവിടെ നിന്ന് എക്സിറ്റ് അടിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാ കാഴ്ചകളും കണ്ടതിന് ശേഷം നമ്മളിപ്പോൾ ലഞ്ച് കഴിക്കാൻ എത്തിയിരിക്കുകയാണ്. ആൻഡ് ഇപ്പോൾ ഒരു ടൈം അറൗണ്ട് 1:15 ആ ഒരു ടൈം ആയിട്ടുണ്ട്. ആൻഡ് നമ്മൾ കഴിക്കാനായിട്ട് വന്നിരിക്കുന്നത് ബ്രിഡ്ജിൻ്റെ അടുത്തുള്ള ഒരു തമിഴ്നാട് ടൂറിസത്തിന് തന്നെ ഒരു ഹോട്ടലാണ്. അതിൻ്റെ പേര് അമുദാകം എന്നാണ്. അപ്പോൾ അവരുടെ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടുത്തെ ഫുഡും കാര്യങ്ങളും എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ബുഫേ ടൈപ്പ് ഫുഡാണ്. അപ്പോൾ നമ്മൾ വെജ്ജാണ് നോക്കിയത്. വെജ്ജിൻ്റെ റേറ്റ് വരുന്നത് 225 ആണ് പെർ പേഴ്സൺ വരുന്നത്.
ആൻഡ് നോൺ വെജിൻ്റെത് നമ്മൾ പ്രത്യേകം എന്ത് ഡിഷാണോ വേണ്ടത് അതങ്ങ് ഓർഡർ ചെയ്താൽ മതി. പിന്നെ എനിക്ക് പേഴ്സണലി എല്ലാം ഒരു നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ഓഫ് കുക്കിംഗ് ആണ് എന്നെനിക്ക് തോന്നി. കാരണം അത് കുറച്ചുകൂടെ നല്ല അതായത് അത്യാവശ്യം ക്വാളിറ്റിയുടെ ആയിരുന്നു, അല്ലാതെ അങ്ങ് ഭയങ്കര വലിയ രീതിയിലൊന്നും തന്നെയില്ല. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മുടെ കന്യാകുമാരി വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുന്നില്ല. ഗ്ലാസ് ബ്രിഡ്ജ് പോയി കഴിഞ്ഞാൽ അതിനടുത്തുള്ള ഏതൊക്കെ സ്ഥലങ്ങൾ നമുക്ക് വണ്ടി കൊണ്ട് കവർ ചെയ്യാമെന്നുള്ളതാണ് എൻ്റെ പാർട്ട് 2 വീഡിയോയിലുള്ളത്. ബിക്കോസ് കന്യാകുമാരി ക്ഷേത്രവും കടലും വിവേകാനന്ദ പാറയും കൂടാതെ അടിപൊളി സ്ഥലങ്ങൾ വേറെയും നമ്മുടെ കന്യാകുമാരിയിലുണ്ട്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ കണ്ടിന്യൂവേഷൻ വീഡിയോ ഓഫ് പാർട്ട് 2 കന്യാകുമാരി സീരീസ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ശരി, ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. Okay, bye.